കറ്റക്കൂമ്പാരം അധ്യായം 3. ദാനിയേൽ കിടന്ന സിംഹക്കുഴി. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 37-ാം വാക്യം. ദാവീദ് പിന്നെയും, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപതി എന്നാണല്ലോ. ദാനിയേലിന്റെ ജീവിതത്തിലെ സംഭവ പരമ്പരകൾ ഇന്നും അനേകർക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിനും ഏത് പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനും ദൈവത്തിൽ ആശ്രയം വയ്ക്കാനും മുഖാന്തരമായിക്കൊണ്ടിരിക്കുന്നു. ബൈബിൾ വ്യാഖ്യാതാവായ സ്കോഫീൽഡിന്റെ ജീവിതാനുഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. വക്കീൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അദ്ദേഹം തികഞ്ഞ മദ്യപാനിയും കുത്തഴിഞ്ഞ ജീവിതത്തിന് ഉടമയുമായിരുന്നു. ഒരിക്കൽ സ്കോഫീൽഡ് അമേരിക്കയിലെ സെന്റ് ലൂയിസിലുള്ള ഒരു ആർട്ട് ഗാലറിയിൽ സന്ദർശനത്തിനായി ചെന്നു. അവിടെ സിംഹക്കുഴിയിൽ അകപ്പെട്ട ദാനിയേലിന്റെ ചിത്രം തന്നെ വല്ലാതെ ആകർഷിച്ചു. കടിച്ചു കീറി തിന്നാൻ തയ്യാറായി നിൽക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ രണ്ടു കൈയും പിറകോട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ രാജാവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ദാനിയേലിനെ ആയിരുന്നു ചിത്രകാരൻ അതിമനോഹരമായി വരച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് സ്കോഫീൽഡ് പറയുന്നത് ഇനി വായിക്കുക. "No one had told me about the keeping power of Jesus Christ. I was a drunken lawyer when I was converted. I stood before that picture and a great hope and faith came to my heart. I exclaimed joyfully, why these lines are all about me, my old habits and sins. But God that shuts lions' mouths for Daniel can do the same in my life." വക്കീൽ ജോലിയിലായിരുന്ന ആ ചെറുപ്പക്കാരനോട് ഏതു പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ള യേശു കർത്താവിനെ പറ്റി അന്ന് വരെ ആരും പറഞ്ഞിരുന്നില്ല. എന്നാൽ ആ ചിത്രത്തിന്റെ കാഴ്ച അദ്ദേഹത്തിന്റെ മദ്യപാനത്തിൽ നിന്നും ഭയങ്കരമായ പാപ സ്വഭാവങ്ങളിൽ നിന്നും രക്ഷിപ്പാനും വിടുവിപ്പാനും കഴിവുള്ള യേശു കർത്താവിലുള്ള വിശ്വാസം ഉരുവായി. സിംഹങ്ങളുടെ വായടച്ച് ദാനിയേലിനെ രക്ഷിച്ച സർവശക്തനായ ദൈവത്തിന് എന്നെ മദ്യപാനത്തിൽ നിന്ന് പാപ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കാനാകും എന്ന് അവിടെ വെച്ച് സ്കോഫീൽഡിന് ബോധ്യമായി. അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചു. അതിനുശേഷം താൻ അനുഭവത്തിൽ നിന്നും പറയുകയാണ്, "ഓ വാട്ട് റെസ്റ്റ് ഐ എക്സ്പീരിയൻസ്ഡ്." എന്തൊരു സമാധാനം ഞാൻ അനുഭവിച്ചു. അല്പമാം ഉപകരണം കൊണ്ട് നൽപ്പെഴുന്ന മഹത്തായ വേല ചെയ്യുന്ന ശില്പികൾക്കുടയവൻ സ്കോഫീൽഡിനെ കൊണ്ട് ലോകത്തിൽ അനേകർക്ക് ഇന്നും പ്രയോജനകരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കോഫീൽഡ് സ്റ്റഡി ബൈബിളിന്റെ രചയിതാവാക്കി എന്നത് അത്ഭുതമല്ലേ? ഇതല്ലേ യഥാർത്ഥ അത്ഭുതം? സിംഹക്കുഴിയിൽ കഴിയുന്ന ദാനിയേലിന്റെ അനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ രണ്ട് പ്രധാന ചിന്തകളാണ് എന്നിൽ ഉണ്ടായത്. അതിലൊന്ന്, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ പാടുന്നത്, ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ എന്ന്. സർവശക്തനായ യേശുക്രിസ്തുവിന്റെ ശക്തി പ്രഭാവത്തെ പുതിയ നിയമം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അവയിൽ ചിലത് മാത്രം ഇവിടെ ചേർത്ത് പറയട്ടെ. അവിടുന്ന് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം. വീഴാവണ്ണം സൂക്ഷിക്കുന്നവരാണ്. യൂദ 24-ാം വാക്യം. സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. റോമർ 16:25. സഹായിപ്പാൻ ശക്തനാണ്. എബ്രായർ 2:18. കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാണ്. ഫിലിപ്പി ലേഖനം 3:21. ഉപനിധി സൂക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. 2 തിമോത്തിയോസ് 1:12. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ളവനാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. പ്രിയരെ, ഇതിലപ്പുറമായി ഒരാളെ നമുക്ക് ഈ ലോകത്തിൽ കാണുവാനാകുമോ? ദാനിയേൽ സിംഹക്കുഴിയിൽ ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ, പ്രശ്നങ്ങളുടെ നടുവിൽപ്പെട്ട് നാം വലയുമ്പോൾ, ഇനിയും ഒരു പോംവഴിയും ഇല്ല എന്ന് വിചാരിച്ച് നാം നിരാശപ്പെടുമ്പോൾ, ഇതാ യേശു കർത്താവിന്റെ ഉറപ്പ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ
നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. 1 കൊരിന്ത്യർ 10:13. ഈ വാക്യത്തെക്കുറിച്ച് വില്യം മക്ഡൊണാൾഡ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഈ വാക്യം വായിക്കുമ്പോൾ നൂറ്റാണ്ടുകളായി പരീക്ഷയിൽ കൂടി കടന്നുപോയ ദൈവത്തിന്റെ ദാസന്മാർക്ക് ഇതിൽ നിന്നും ലഭിച്ച അത്യധികമായ ആശ്വാസത്തിന്റെ പേരിൽ നിർനിമേഷനായി തീരുവാനല്ലാതെ കഴിയുകയില്ല. യൗവനക്കാരായ വിശ്വാസികൾ ഒരു ജീവൻ രേഖയായി അതിൽ മുറുകെ പിടിക്കുകയും പ്രായമായ വിശ്വാസികൾ ഒരു തലയിണ എന്ന വണ്ണം അതിൽ വിശ്രമിക്കുകയും ചെയ്തു. കർത്താവ് എനിക്ക് തുണ നിന്നു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു. തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. 2 തിമോഥെയോസ് 4:17-18 വാക്യങ്ങൾ. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു ഇന്നും അനേകരെ വിവിധ മാധ്യമങ്ങളിലൂടെ രക്ഷിക്കുന്നു എന്ന വസ്തുതയും ഞാൻ ഇങ്ങനെ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. അത് ചിത്രരചനയിലൂടെയാകാം, പ്രസിദ്ധീകരണങ്ങൾ, TV പ്രഭാഷണങ്ങൾ, റേഡിയോ പ്രഭാഷണങ്ങൾ എന്നിവയിലൂടെയും ആകാം. അതിനാൽ ഈ വക പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട്.